ഓരോ രോഗങ്ങൾക്കും നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ ശൈത്താനെ പ്രതിരോധിക്കാൻ ആവശ്യമാവുന്നതായ മരുന്നുകൾ ഉപയോഗിക്കണം. ആ മരുന്നിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ദിക്ർ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് അത്. വേഗം അത് എഫക്റ്റ് ചെയ്യുന്നതായ മരുന്നാണ് ദിക്ർ. അപ്പൊ ദിക്ർ നീ ചെല്ലുന്നത് പോലെ ദിക്ർ ചെല്ലിയാൽ ശൈത്താന് നിന്നോടടുക്കാൻ പേടിയായി. കണ്ടില്ലേ, ഉമർ ഇബ്നു ഖത്താബിനെ കാണുമ്പോൾ ശൈത്താൻ ഒളിച്ചുപോയി. ഉമർ ഇബ്നു ഖത്താബിന് മാത്രമല്ല, പല മഹാന്മാരിലേക്കും ശൈത്താൻ അവർ വരുന്ന വഴിക്കൂടി ശൈത്താൻ വരില്ല. ശൈത്താനിക്ക് വരാൻ കഴിയൂല. കാരണം എന്തുകൊണ്ട്? അവരുടെ ഈ ഈമാന്റെ ശക്തമാവുന്നതായ ആ പവർ അവനക്ക് അലർജിയാണ്. അവരിൽ നിന്നുണ്ടാവുന്ന ദിക്റുകൾ, ആ ദിക്റുകൾ അവനക്ക് അലർജിയാണെന്നല്ല, ആ ദിക്റുകളുടെ ശക്തി കൊണ്ടിട്ട് അവനുണ്ട് അടുക്കാൻ കഴിയും. അപ്പൊ ശൈത്താനെ നമ്മുടെ ശരീരവുമായി കൊണ്ട് ഒരു നിലക്കും അടുപ്പിക്കാതെ, നമുക്ക് ചിലപ്പോൾ ദിക്ർ ഇല്ലാലാണ് ഈ കാരണം ശൈത്താൻ അധികം കൂടുന്നത്. അല്ല, നമ്മൾ ദിക്ർ ചെല്ലുമ്പോഴാണ് മുമ്പൊരു പെണ്ണിന് ശൈത്താൻ സോക്കൾ ഉണ്ടായപ്പോൾ, ശൈത്താൻ സോക്കൾ തന്നെ ഇരുന്ന് ഈ കൂക്ക് പാത്രമല്ല, നിക്കരിച്ചാൻ കഴിയുന്നില്ലെങ്കിലും ശൈത്താൻ കൊണക്കളുണ്ട്. അതിനാരെയും ചികിത്സക്കുണ്ടാവും. ഇപ്പൊ ഇവിടെ എത്ര ആണുങ്ങളും പെണ്ണുങ്ങളും നിക്കരിച്ചാത്തവരുണ്ട്. ഇന്ത്യ നിക്കരിച്ചാതിരിക്കാനുള്ള കാരണം അത് ശൈത്താൻ സോക്കൾ ഉണ്ടായിട്ടാണ്. പക്ഷെ അതിനുള്ള ചികിത്സക്കാരെയും പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ അവിടെ വാതിൽക്ക മുട്ടുണ്ട്, ഇവിടെ തട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ചികിത്സക്ക് പോകും. ശൈത്താന്റെ ഉപദ്രവമുണ്ട്. ഇതല്ല ശൈത്താൻ സോക്കട്. യഥാർത്ഥ ശൈത്താൻ സോക്കട് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്തുകളെ അതിൻ്റെതായ യഥാർത്ഥ സ്വഭാവത്തിൽ അത് ചെയ്യുന്നതിന് തൊട്ട് തടസ്സമുണ്ടാക്കുക. ആ തടസ്സമുണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ശൈത്താൻ സോക്കട് എന്ന് പറഞ്ഞത്. അതിനാണ് ചികിത്സ ചെയ്യേണ്ടത്. അതിനുള്ള ചികിത്സക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നാണ് ദിക്ർ. അപ്പൊ ചില ആളുകൾ പറയും ദിക്ർ ഇല്ല ശൈത്താൻ അധികം കൂടണം. അതോടെ ചെല്ലണ്ടമാതിരി ചെല്ലിയില്ലെങ്കിൽ ശൈത്താൻ. റസൂൽ പറഞ്ഞതല്ലേ, രാത്രി ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ ശൈത്താൻ എടുക്കൂലെന്നല്ല. ഇത് ആയത്തുൽ കുർസി ഓതിനന്നാണ്. ഇപ്പൊ ചിലവരൊക്കെ വന്നു പറയും ആയത്തുൽ കുർസി ഓതിനന്നാണ് ഉസ്താദ് അധികം ശൈത്താൻ വരുന്നത്. അതിന്റെ ഓത്ത് ശരിയായിട്ടില്ല. ഇത് ശരിക്കും ഓത് തന്നെ, ഓത് പിന്നെയും ഓത് തന്നെ. ആ ഓത്ത് ശരിയാകുന്ന വരെ അവൻ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവൻ നിന്നെ ഉപദ്രവിക്കല്. മുമ്പ് ശിഹാബുദ്ദീൻ ഷാരിയാത്തിന്റെ അടുത്തൊരു പെണ്ണിനൊക്കെ ശൈത്താൻ സോക്കർ ഉണ്ടായപ്പോൾ മന്ത്രിച്ചാൻ കൊണ്ടുവന്നു. ശിഹാബുദ്ദീൻ ഷാരിയാത്തി വലിയ മഹാനാണ്. മൂപ്പര് ഈ മന്ത്രത്തിനിരിക്കുന്ന ആളല്ല, വലിയ പണ്ഡിതനാണ്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റിയ വലിയ പണ്ഡിതനാണ്. മൂപ്പരെടുത്ത് മന്ത്രിക്കാൻ കൊടുന്നപ്പോ മൂപ്പര് ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങിയെന്നാണ്. ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങിയപ്പോ ഈ പമ്പറന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ 1000 ആയത്തുൽ കുർസിയൊക്കെ നമ്മളെ ഓതിക്കിടുന്നിട്ട് നമ്മൾ പോയിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളൊരു ആയത്തുൽ കുർസിയോട് നമ്മൾ പോകില്ല. അപ്പൊ മൂപ്പരൊന്നും കൊണ്ടില്ല. മൂപ്പര് ആയത്തുൽ കുർസി ഓതി പകുതിയായപ്പോത്തിന് പമ്പറന്നോട് പറഞ്ഞു എന്നാണ്, ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ആയത്തുൽ കുർസി ഓതുന്നവൻ ഓതുന്ന മാതിരി ഓതിയാൽ അതുവരെ ഇപ്പോ 1000 വട്ടം വരെ അസ്മാന്റെ പണിക്കാരും മന്ത്രിച്ചു ഓതാൻ വേണ്ടി പറഞ്ഞേച്ചു. 1000 ആയത്തുൽ കുർസിയൊക്കെ ഓതി ഇവിടെ തലയിൽ ഓതിയതാണ്. ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ശിഹാബുദ്ദീൻ ഷാരിയാത്തി ഓതാൻ തുടങ്ങുമ്പോ പറഞ്ഞത് 1000 2000 ഒക്കെ ഇവിടെ ഓതിയിട്ടുണ്ട്, എന്നിട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ മൂപ്പര് ഓതി പകുതിയായപ്പോ പറഞ്ഞു, ഇനി ഞങ്ങൾ പോയിക്കോളാം. അപ്പൊ ഒരായത്തുൽ കുർസി മുഴുവൻ വേണ്ടിയൊന്നുമില്ല ശൈത്താനെ പോക്കാൻ. അത് പോക്കുന്ന ആളുകൾ അല്ലാത്തവരിപ്പോ ഇരുന്ന് 10000 വട്ടം ഓതിയിട്ട് ഉണ്ടാകില്ല, കാര്യം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ ഈ ദിക്ർ നമ്മൾ അതിൻ്റെതായ എല്ലാവിധ അതിൻ്റെ ആദാബുകളെ മുറാഅത്ത് ചെയ്ത് നമ്മൾ ദിക്ർ ചെയ്യില്ല. ആ ദിക്ർ ചെല്ലിനോട് നമുക്ക് വേറെ പ്രത്യേകമാവുന്ന താല്പര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ദുന്യവിയായ അല്ലെങ്കിൽ ഉഖറവിയായ താല്പര്യത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ ദുക്റുല്ലാഹ ദിക്റൻ കസീറ, ദിക്ർ ചൊല്ലിക്കോളുന്ന അല്ലാഹു കൽപ്പിച്ചതാണ്. അതിന്റെ ഗുണം എന്താണെന്ന് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളങ്ങനെ ചെല്ലുന്നുണ്ട്, എന്നാ ഗുണമൊക്കെ അല്ലാഹു തരും ചെയ്യും. അതാണ് അതിന്.
നമ്മളത് എന്നതൊക്കെയാണ് ഇതിമ്മ കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. അപ്പൊ ചില ആളുകൾ വന്ന് പറയുന്നുണ്ട്, എന്താ വലിയ സാമ്പത്തികമായി പ്രയാസം, അതിനൊരു ദിക്റുണ്ട്. സാമ്പത്തികമായി പ്രയാസം രക്ഷപ്പെടാൻ വേണ്ടി ദിക്റില്ല എന്നുള്ള ഉദ്ദേശത്തോട് കൂടി ചെല്ലിയാൽ ചിലപ്പോൾ സാമ്പത്തിക പ്രയാസം ഉണ്ടാവും, രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ദിക്റിലുണ്ട്. അതിനുള്ള പ്രതിവിധിയായിട്ട് കൽപ്പിച്ച ദിക്റുകളാണെങ്കിലും ആ ദിക്റ് ഒരു താല്പര്യമില്ലാതെ തന്നെ നമ്മൾ ചെല്ലേണ്ടത്. നമ്മൾ ദിക്റില്ല, ഈ ദിക്റുകൊണ്ട് തന്നെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതിലേക്ക് നമ്മൾ നോക്കണ്ട. ദിക്റ് നമ്മൾ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ആ ദിക്റിന്റെ എല്ലാ ആദാബുകളും അതിനെ പരിഗണിച്ച് ആ ദിക്റിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിക്റ് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഇങ്ങനെ വന്നു. ഓരോ രോഗങ്ങൾക്കും നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നത് പോലെ ശൈത്താനെ പ്രതിരോധിക്കാൻ ആവശ്യമാവുന്നതായ മരുന്നുകൾ ഉപയോഗിക്കണം. ആ മരുന്നിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ദിക്ർ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് അത്. വേഗം അത് എഫക്റ്റ് ചെയ്യുന്നതായ മരുന്നാണ് ദിക്ർ. അപ്പൊ ദിക്ർ നീ ചെല്ലുന്നത് പോലെ ദിക്ർ ചെല്ലിയാൽ ശൈത്താനെ നിന്നോടടുക്കാൻ പേടിയായി. കണ്ടില്ലേ, ഉമർ ഇബ്നു ഖത്താബിനെ കാണുമ്പോൾ ശൈത്താൻ ഒളിച്ചുപോയി. ഉമർ ഇബ്നു ഖത്താബിന് മാത്രമല്ല, പല മഹാന്മാരിലേക്കും ശൈത്താൻ അവർ വരുന്ന വഴിക്കൂടി ശൈത്താൻ വരില്ല. ശൈത്താനിക്ക് വരാൻ കഴിയൂല. കാരണം എന്തുകൊണ്ട്? അവരുടെ ഈ ഈമാന്റെ ശക്തമാവുന്നതായ ആ പവർ അവനിക്ക് അലർജിയാണ്. അവരിൽ നിന്നുണ്ടാവുന്ന ദിക്റുകൾ, ആ ദിക്റുകൾ അവനിക്ക് അലർജിയാണെന്നല്ല, ആ ദിക്റുകളുടെ ശക്തി കൊണ്ടിട്ട് അവനുണ്ട് അടുക്കാൻ കഴിയും. അപ്പൊ ശൈത്താനെ നമ്മുടെ ശരീരവുമായും കൊണ്ട് ഒരു നിലക്കും അടുപ്പിക്കാതെ, നമുക്ക് ചിലപ്പോ ദിക്റ് ഇല്ലാലാണ് ഈ കാരണം ശൈത്താൻ അധികം കൂടുന്നത്. അല്ല, നമ്മൾ ദിക്റ് ചെല്ലുമ്പോഴാണ്. മുമ്പൊരു പെണ്ണിന് ശൈത്താൻ സോക്കൾ ഉണ്ടായപ്പോൾ, ശൈത്താൻ സോക്കൾ തന്നെ ഇരുന്ന് ഈ കൂക്ക് പാത്രമല്ല, നിക്കരിച്ചാൻ കഴിയുന്നില്ലെങ്കിലും ശൈത്താൻ കൊണക്കളുണ്ട്. അതിനാരെയും ചികിത്സക്കുണ്ടാവും. ഇപ്പൊ ഇവിടെ എത്ര ആണുങ്ങളും പെണ്ണുങ്ങളും നിക്കരിച്ചാത്തവരുണ്ട്. ഇന്ത്യ നിക്കരിച്ചാതിരിക്കാനുള്ള കാരണം അത് ശൈത്താൻ സോക്കൾ ഉണ്ടായിട്ടാണ്. പക്ഷെ അതിനുള്ള ചികിത്സക്കാരെയും പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ അവിടെ വാതിൽക്ക മുട്ടുണ്ട്, ഇവിടെ തട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ചികിത്സക്കും ശൈത്താന്റെ ഉപദ്രവമുണ്ട്. ഇതല്ല ശൈത്താൻ സോക്കട്. യഥാർത്ഥ ശൈത്താൻ സോക്കട് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്തുകളെ അതിൻ്റെതായ യഥാർത്ഥ സ്വഭാവത്തിൽ അത് ചെയ്യുന്നതിന് തൊട്ട് തടസ്സമുണ്ടാക്കുക. ആ തടസ്സമുണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ശൈത്താൻ സോക്കട് എന്ന് പറഞ്ഞത്. അതിനാണ് ചികിത്സ ചെയ്യേണ്ടത്. അതിനുള്ള ചികിത്സക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒന്നാണ് ദിക്ർ. അപ്പൊ ചില ആളുകൾ പറയും ദിക്ർ ഇല്ല ശൈത്താൻ അധികം കൂടണം. അതോടെ ചെല്ലണ്ടമാരി ചെല്ലിയില്ലെങ്കിൽ ശൈത്താൻ. റസൂൽ പറഞ്ഞല്ലേ, രാത്രി ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ ശൈത്താൻ കൂലാന്നല്ല. ഇത് ആയത്തുൽ കുർസി ഓതിനന്നാണ്. ഇപ്പൊ ചിലവരൊക്കെ വന്നു പറയും ആയത്തുൽ കുർസി ഓതിനന്നാണ് ഉസ്താദ് അധികം ശൈത്താൻ വരുന്നത്. അതിന്റെ ഓത്ത് ശരിയായിട്ടില്ല. ഇത് ശരിക്കും ഓത് തന്നെ, ഓത് പിന്നെയും ഓത് തന്നെ. ആ ഓത്ത് ശരിയാകുന്ന വരെ അവൻ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അവൻ നിന്നെ ഉപദ്രവിക്കല്. മുമ്പ് ശിഹാബുദ്ദീൻ ശാരിയാത്തിന്റെ അടുത്തൊരു പെണ്ണിനൊക്കെ ശൈത്താൻ സോക്കർ ഉണ്ടായപ്പോൾ മന്ത്രിച്ചാൻ കൊണ്ടുവന്നു. ശിഹാബുദ്ദീൻ ശാരിയാത്തി വലിയ മഹാനാണ്. മൂപ്പര് ഈ മന്ത്രത്തിനിരിക്കുന്ന ആളല്ല, വലിയ പണ്ഡിതനാണ്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റിയ വലിയ പണ്ഡിതനാണ്. മൂപ്പരെടുത്ത് മന്ത്രിക്കാൻ കൊടുന്നപ്പോ മൂപ്പര് ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങിയെന്നാണ്. ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങിയപ്പോ ഈ പമ്പർന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ 1000 ആയത്തുൽ കുർസിയൊക്കെ നമ്മളെ ഓതിക്കിടുന്നിട്ട് നമ്മൾ പോയിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളൊരു ആയത്തുൽ കുർസിയോട് നമ്മൾ പോകില്ല എന്ന്. അപ്പൊ മൂപ്പരൊന്നും കൊണ്ടില്ല. മൂപ്പര് ആയത്തുൽ കുർസി ഓതി പകുതിയായപ്പോത്തിന് പമ്പർന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ആയത്തുൽ കുർസി ഓതുന്നവൻ ഓതുന്ന മാതിരി ഓതിയാൽ അതുവരെ ഇപ്പോ 1000 വട്ടം വരെ അസ്മാന്റെ പണിക്കാരും മന്ദിരിച്ചു ഓതാൻ വേണ്ടി പറഞ്ഞേച്ചു. 1000 ആയത്തുൽ കുർസിയൊക്കെ ഓതി ഇവിടെ തലയിൽ ഊതിയതാണ്, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ശിഹാബുദ്ദീൻ ശാരിയാത്തി ഓതാൻ തുടങ്ങുമ്പോ പറഞ്ഞത് 1000 2000 ഒക്കെ ഇവിടെ ഓതിയിട്ടുണ്ട്, എന്നിട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ മൂപ്പര് ഓതി പകുതിയായപ്പോ പറഞ്ഞു, ഇനി ഞങ്ങൾ പോയിക്കോളാം.
അപ്പൊ ഒരായത്തിൽ കുറിച്ച് മുഴുവൻ വേണ്ടി വരില്ല ശൈത്താനെ പോക്കാൻ, അത് പോക്കുന്ന ആളുകൾ. അല്ലാത്തവരിപ്പോ ഇരുന്ന് 10,000 വട്ടം ഓതിയിട്ട് ഉണ്ടാകില്ല, കാര്യം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ ഈ ദിക്ർ നമ്മൾ അതിൻ്റെതായ എല്ലാവിധ അതിൻ്റെ ആദാബുകളെ മുറാഅത്ത് ചെയ്ത് നമ്മൾ ദിക്ർ ചെയ്യില്ല. ആ ദിക്ർ ചെല്ലിനോട് നമുക്ക് വേറെ പ്രത്യേകമാവുന്ന താല്പര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ദുന്യവിയായ അല്ലെങ്കിൽ ഉഖറവിയായ താല്പര്യത്തിന് വേണ്ടിയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ ദുക്റുല്ലാഹ ദിക്റൻ കസീറ, ദിക്ർ ചൊല്ലിക്കോളുന്ന അല്ലാഹ് കൽപ്പിച്ചതാണ്. അതിന്റെ ഗുണം എന്താണെന്ന് ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളങ്ങനെ ചെല്ലുന്നുണ്ട്. എന്നാ ഗുണമൊക്കെ അല്ലാഹു തരും ചെയ്യും. അതാണ് അതിന്. നമ്മളത് എന്നതൊക്കെയാണ് ഇതിമ്മ കിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. അപ്പൊ ചില ആളുകൾ വന്ന് പറയുന്നുണ്ട്, എന്താ വലിയ സാമ്പത്തികമായി പ്രയാസം, അതിനൊരു ദിക്റുണ്ട്. സാമ്പത്തികമായി പ്രയാസം രക്ഷപ്പെടാൻ വേണ്ടി ദിക്ർ ഇല്ല എന്നുള്ള ഉദ്ദേശത്തോട് കൂടി ചെല്ലിയാൽ ചിലപ്പോൾ സാമ്പത്തിക പ്രയാസം ഉണ്ടാവും, രക്ഷപ്പെട്ടു. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ദിക്റുണ്ട്. അതിനുള്ള പ്രതിവിധിയായിട്ട് കൽപ്പിച്ച ദിക്റുകളാണെങ്കിലും ആ ദിക്ർ ഒരു താല്പര്യമില്ലാതെ തന്നെ നമ്മൾ ചെല്ലേണ്ടത്. നമ്മൾ ദിക്റില്ല, ഈ ദിക്ർ കൊണ്ട് തന്നെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതിലേക്ക് നമ്മൾ നോക്കണ്ട. ദിക്ർ നമ്മൾ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ആ ദിക്റിന്റെ എല്ലാ ആദാബുകളും അതിനെ പരിഗണിച്ച് ആ ദിക്റിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിക്ർ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഇങ്ങനെ വന്നു.